ബാക്ക് ടു മാജിക് ഇൻ ലൂപ്സ്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഗ്രാനി സ്ക്വയർ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി പ്രൊജക്ട്സ് നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വെറൈറ്റി ഗ്രാനി സ്ക്വയർസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഡിസൈനിൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന യാണിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് 3 കളേഴ്സ് വേണം. സ്ട്രോബെറിയുടെ കളർ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പിങ്ക് ഷെയ്ഡ് അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഈ ഗ്രീനും വൈറ്റും എല്ലാം കോട്ടൺ 4 പ്ലൈ യാൺസ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഹുക്ക് സൈസ് യൂസ് ചെയ്യുന്നത് 3.5 mm ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ട്രോബെറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ റെഡ് കളർ യാൺ എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് മാജിക് റിങ് ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മാജിക് റിങ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ മാജിക് റിങ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഈ ടൈലിൻ്റെ ലെഫ്റ്റിലേക്ക് ആക്കി വെക്കുക, സെറ്റ് ചെയ്യുക. ദെൻ നമുക്ക് 2 ചെയിൻസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 2 ചെയിൻസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബേസിക് സ്റ്റിച്ചായ ഡബിൾ ക്രോഷി അതാണ് നെക്സ്റ്റ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ നമുക്കിത് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ലിങ്കും മേലെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ഞാൻ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, മാജിക് റിങ്ങിലേക്ക്. ഫസ്റ്റത്തെ DC അഥവാ ഡബിൾ ക്രോഷി എന്ന് പറഞ്ഞ സ്റ്റിച്ച്. അപ്പോൾ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ടൈലൻ്റ് പിടിച്ച് ഇങ്ങനെ ഈ റിങ്ങിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറുതാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ 1 2 3 ഇങ്ങനെ 12 സ്റ്റിച്ചസ് നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ്. അപ്പോൾ 12 സ്റ്റിച്ചസ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ചെയിൻസ് ആണ്. ദെൻ സ്റ്റിച്ചസ് കണ്ടോ, 1 2 3 4 5 6 7 8 9 10 11 12 സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ മാജിക് റിങ്ങിൻ്റെ ഈ ഒരു ടൈലൈൻഡ് പിടിച്ചിട്ട് നന്നായിട്ട് വലിച്ച് ഇതിൻ്റെ ഈ സെൻറ്റർ ഗ്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ റൗണ്ട് 1 ആണ്. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതിങ്ങോട്ട് അറ്റാച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് വഴിയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്ന് നോക്കൂ. ഇത് ഈ ഒരു സ്റ്റിച്ച്, അതായത് നമ്മുടെ ഈ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പാണ് ഇത്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 2 ലൂപ്പിലേക്കും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു പുതിയ ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഈ ഹുക്കിൽ കിടക്കുന്ന അതിൻ്റെ അകത്തൂടെ എടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ സിമ്പിളായിട്ട് ഒരു ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആ സെയിം സ്പേസിലേക്ക് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാം, യാൺ ഓവർ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഒരു ലൂപ്പ് വലിച്ചെടുക്കണം. അപ്പോൾ 3 ലൂപ്സ് ഉണ്ടാവും. ആ 3 ലൂപ്സിൻ്റെ അകത്തൂടെ ഹുക്കിനെ വലിക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് കിട്ടി, അതായത് റൗണ്ട് 2ലെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇനി നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അത് സെയിം സ്റ്റിച്ച്, അതായത് തൊട്ടടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇത് ആ സെയിം സ്പേസിലേക്ക് 4 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആ സെയിം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് കണ്ടോ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ചെയ്തു, 2 3 ആൻഡ് 4. അങ്ങനെ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും, അതായത് രണ്ടും സെയിം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നു. ദെൻ ആ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടി. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് സിമ്പിളായിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രം ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അതായത് സെയിം സ്റ്റിച്ചിൽ നമ്മൾ 2 തവണ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറയുക. അതായത് സെയിം സ്റ്റിച്ചിൽ 2 SC സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നതിനെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇൻക്രീസ് സ്റ്റിച്ച് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് വർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തൊട്ടടുത്ത 2 സ്റ്റിച്ചിലേക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കാം. അതായത് HDC ഒരെണ്ണം ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്കാണ്, സെയിം സ്റ്റിച്ചസ് അല്ല,
തൊട്ടടുത്ത ഓരോ സ്റ്റിച്ചിലേക്കുമായിട്ട് ഓരോ HDC ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ഇതുവരെ വർക്ക് ചെയ്തതിൻ്റെ റിവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുക വീണ്ടും, അതായത് സെയിം സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രം ഒറ്റ സ്റ്റിച്ചിലേക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എസ് സി ചെയ്ത് കൊടുക്കുക. ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സെയിം സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്തത്, ശ്രദ്ധിക്കുക. അതായത് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും സെയിം സ്റ്റിച്ചിലേക്ക് വർക്ക് ചെയ്തു. ഇനി വീണ്ടും തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് സെയിം സ്റ്റിച്ചിലേക്ക് 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 4DC 1 2 3 and 4. 4 സ്റ്റിച്ച് നമ്മൾ സെയിം സ്റ്റിച്ചിലേക്കാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം തൊട്ട് അടുത്ത ഒരു സ്റ്റിച്ച് നമുക്ക് ബാക്കി ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക, HDC ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ റൗണ്ട് 2ലെ സ്റ്റിച്ചസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യണം സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട്. ചെയ്യേണ്ടത് നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് HDC സ്റ്റിച്ച് ചെയ്തല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പിലെ 2 ലൂപ്പാണ് ഈ കാണുന്നത്. ആ 2 ലൂപ്പിലേക്കും കൂടെ ഇതുപോലെ ഹുക്ക് കടത്തി കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഹുക്കിൻ്റെ അകത്ത് കിടക്കുന്ന അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ റൗണ്ട് 2 കംപ്ലീറ്റ് ആയി, ആ ഒരു ഷേപ്പ് ഫോമായി വരുന്നുണ്ട്. നമുക്കിനി ഒരു റൗണ്ടും കൂടെ ചെയ്തിട്ട് വേണം ഈ സ്ട്രോബെറി ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ 3rd റൗണ്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്ത സെയിം വേ ആ സെയിം സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് SC ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്കും നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തൊട്ടടുത്ത 3 സ്റ്റിച്ചസ് നോക്കുക. 1 2 3. ആ 3ലേക്ക് നമുക്ക് ഇൻക്രീസസ് ആണ് വർക്ക് ചെയ്യേണ്ടത്. അതായത് 1 ഇൻക്രീസ്, 2 ഇൻക്രീസ്, 3 ഇൻക്രീസ്. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 SC വർക്ക് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലേക്കും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. 3rd സ്റ്റിച്ചിലേക്കും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 സ്റ്റിച്ചസ് കിട്ടും. 3 സ്റ്റിച്ചസിൽ വർക്ക് ചെയ്യുന്നുള്ളൂ, പക്ഷേ കിട്ടുന്നത് 6 ആയിരിക്കും. കാരണം നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇതാ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് സെയിം സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണോ. രണ്ടാമത്തേതിലേക്കും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് തന്നെ ചെയ്ത് കൊടുക്കാം, ഇൻക്രീസസ്. മൂന്നാമത്തേതിലേക്ക് നമുക്ക് ഇതുപോലെ ഇൻക്രീസസ് തന്നെ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് തൊട്ടടുത്ത 5 സ്റ്റിച്ചസ് എടുക്കാം. 1 2 3 4 5. ആ ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ SC, അതായത് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രം ചെയ്ത് കൊടുക്കാം. 1 2 3 4 and 5. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു SCയും ചെയ്യുന്നുണ്ട്, ഒരു HDCയും ചെയ്യുന്നുണ്ട്. ഈ 2 സ്റ്റിച്ചസും സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ SC, അതായത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ വെറുതെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് തൊട്ടടുത്തതിലേക്ക് ഇങ്ങോട്ട് ചെയ്ത സെയിം ഇനി റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ HDCയിലല്ല അവസാനിപ്പിച്ചത്. സോ ഇവിടെ ആദ്യം തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് ഒരു SC വർക്ക് ചെയ്യുക. HDC SC അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്തു. ഇനി എന്താ നെക്സ്റ്റ് 5 SC അല്ലേ നമ്മളിവിടെ ചെയ്തത്. അതുകൊണ്ട് തൊട്ടടുത്ത 5 സ്റ്റിച്ചസിലേക്കായിട്ട് ഓരോ SC ചെയ്ത് കൊടുക്കുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് 2 ആയി, 3 4 5. അങ്ങനെ 5 SC നമ്മൾ ചെയ്ത് കൊടുത്തു. പിന്നെന്താ നമ്മൾ ചെയ്തത്, ഇവിടെ ഇൻക്രീസസ് അല്ലേ, അതായത് തൊട്ടടുത്ത 3 സ്റ്റിച്ചസിലേക്ക് ഇൻക്രീസസ് വർക്ക് ചെയ്യാം. അതായത് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തൊട്ടടുത്ത 2 സ്റ്റിച്ചസിലേക്കും കൂടെ ഇൻക്രീസസ് വർക്ക് ചെയ്യുക. അതായത് 2 SC സെയിം സ്റ്റിച്ചിലേക്ക് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ ഇൻക്രീസ് നമ്മൾ ചെയ്തു. ഇനി നോക്കിയാൽ 2 സ്റ്റിച്ചസ് ബാക്കി ഉണ്ടാവും. ആ ഓരോ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് SC ചെയ്ത് കൊടുത്തു.
ഇനി നമുക്ക് റൗണ്ട് 3 ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്ത ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചില്ലേ, അതിൻ്റെയാണ് ഈ 2 ലൂപ്സ് കാണുന്നത് വി ഷേപ്പിൽ. അങ്ങോട്ടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ആസ് യൂഷ്വൽ. എന്നിട്ടൊരു ലൂപ്പ് വലിച്ചിട്ട് ഈ ഹുക്കിൽ കിടക്കുന്ന അതിൻ്റെ അകത്തൂടെ കയറ്റി വലിച്ചിട്ട് എന്നിട്ട് നമ്മളിതിങ്ങനെ കുറച്ച് നീട്ടിയിടണം. കണ്ടോ, നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നീട്ടിയിട്ടിട്ട് നമുക്കിതിവിടെ കട്ട് ചെയ്യാം. എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഇതിങ്ങോട്ട് നമുക്ക് ഊരിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ ഒരു എൻഡിനെ ബാക്കിലേക്ക്, ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണം ഹൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇതല്ലേ, അതിലെ ഇങ്ങനെ ബാക്കിലൂടെ ഹുക്ക് ഇങ്ങനെ കടത്തുക, ഫ്രണ്ടിലേക്ക് കടത്തിയിട്ട് നമ്മൾ ഈ ഒരു എൻഡില്ലേ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഹുക്ക് കൊണ്ട് പിടിച്ചിട്ട് ബാക്കിലേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ബാക്കിലേക്ക് പോയി. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മുടെ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യില്ലേ, യാൺ എൻഡ്സ് ഹൈഡ് ചെയ്യില്ലേ, അങ്ങനെ ഈ 2 എൻഡ്സും നമുക്ക് ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇവിടെ നിന്ന് എടുത്ത എൻഡ് ഞാനിവിടെ ഹൈഡ് ചെയ്തു, അത് വീഡിയോ ഓൺ ആയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ രണ്ടും സെയിം വേ ചെയ്താൽ മതി. ഇതുപോലൊരു നീഡിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. നമ്മൾ മുന്നത്തെ എല്ലാ പ്രൊജക്റ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ഈ ഓൾറെഡി ഉള്ള ഇതിൻ്റെ അകത്തേക്ക് ഇതിനെങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഈ എൻഡ്സിനെ കുറച്ച് സ്റ്റിച്ചസിൻ്റെ അകത്തേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം, കുറച്ച് ഹൈഡ് ചെയ്തതിന് ശേഷം. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് 2 എൻഡ്സ് കിട്ടുമല്ലോ, അത് രണ്ടും ഇങ്ങനെ നീറ്റായിട്ട് ഹൈഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ പാർട്ട് ഇതിൻ്റെ ചുറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ യാണ് അറ്റാച്ച് ചെയ്യണം. ഈ ഒരു ഗ്രീൻ കളർ റൗണ്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്ട്രോബെറീനെ ഇങ്ങനെ തിരിച്ച് വെക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഓർമ്മയില്ലേ, ഒരു 2 HDCയുടെ ഇടയ്ക്ക് ഒരു ചെയിൻ ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ ആ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ഗ്രീൻ റൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ എല്ലാം നമ്മൾ ഇങ്ങനെ ഈ സ്റ്റിച്ചസിൻ്റെ 2 ലൂപ്പിലേക്കും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു ഗ്രീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രോബെറിയുടെ ഔട്ടറിലെ ഈ ഒരു ബാക്ക് ലൂപ്പില്ലേ, അതായത് ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്, അത് നമ്മൾ മറ്റേ ചെയിൻസിൻ്റെ ഒക്കെ ബേസിക് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആ ക്ലാസ് വേണമെങ്കിൽ ഞാൻ മേലെ ആഡ് ചെയ്യാൻ, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ബാക്ക് ലൂപ്പ്. അപ്പോൾ ഈ ബാക്ക് ലൂപ്പിൽ മാത്രം ഇങ്ങനെ ഹുക്ക് കടത്തിയിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഔട്ടർ ഇപ്പോൾ ഈ ഗ്രീൻ വർക്ക് ചെയ്യുക. അതൊന്ന് ശ്രദ്ധിക്കണം, 2 ലൂപ്പിലേക്കും കൂടെ ആയിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെയിൻ 1 ഇട്ടിരുന്നു അല്ലേ. ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3rd റോ വർക്ക് ചെയ്യണ സമയത്ത് തന്നെ ഈ ചെയിൻ 1 ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ കൈയോടെ ആഡ് ചെയ്യുക കേട്ടോ. ഇൻ കേസ് അത് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ആ ചെയിൻ 1ൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രമായിട്ട് ഇങ്ങനെ ഹുക്ക് കടത്തി കൊടുത്തു. ഇനി എന്നിട്ട് നമുക്ക് ഈ ഗ്രീൻ എങ്ങനെയാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. കുറേ മെത്തേഡ്സ് ഉണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്ലിപ്പ് നോട്ട്, ഈ ഗ്രീനിൽ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആ മെത്തേഡാണ് നമ്മളിതിൻ്റെ തൊട്ട് മുന്നത്തെ ഗ്രാനി സ്ക്വയറിൻ്റെ ബന്ധാന ചെയ്ത ആ ഒരു ട്യൂട്ടോറിയലിൽ ചെയ്തത്. അത് കണ്ടവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്ലിപ്പ് നോട്ടൊന്നും ഇടണ്ട, വെറുതെ ഇതിങ്ങനെ ഈ ഗ്രീൻ കളർ ഇങ്ങനെ ഒരു എൻഡ് ലീവ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ എൻഡും നമുക്ക് ഫൈനലി ഇതിൻ്റെ ബാക്കിൽ ഈ നീഡിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ആ നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് വിടുക. തീരെ ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ലെങ്ത്ത് വിട്ടിട്ട് ഇതിങ്ങനെ പിടിക്കുക. ഈ ഗ്രീൻ യാണ് ഇങ്ങനെ പിടിച്ചിട്ട്, ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഹുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെങ്ങനെ വലിക്കുക. കണ്ടോ, ഒരു ലൂപ്പ് വലിച്ചെടുക്കുക, സിമ്പിളാണ്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വർക്ക് ചെയ്യേണ്ടത് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്യാം. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ശ്രദ്ധിക്കുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ SC എന്ന് പറഞ്ഞ സ്റ്റിച്ചില്ലേ, സിംഗിൾ ക്രോഷ്യ, അത് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇങ്ങനെ നമ്മൾ അത് അറ്റാച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഇനി വീണ്ടും നമ്മൾ സിമ്പിളായിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഈ ചെയിൻ ഇട്ടതിന് ശേഷം തൊട്ടടുത്ത 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്തു അല്ലേ, 1 2 3, ഈ 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തേതിൻ്റെ ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ ബാക്ക് ലൂപ്പിലേക്ക് മാത്രമായിട്ട് ആണ് നമ്മളിനി നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് എന്താ വർക്ക് ചെയ്യുന്നത്,
3DC, അതായത് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് സെയിം സ്റ്റിച്ചിലേക്ക്, അതായത് സ്പേസ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. തൊട്ടടുത്ത 3 സ്റ്റിച്ചസ് 1 2 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തേതിൻ്റെ ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്പേസ് കേട്ടോ, ഈ സ്പേസിലേക്കാണ് നമ്മൾ 3DC, അതായത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നെക്സ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി ആ സെയിം സ്പേസിലേക്ക് തന്നെയാണ് വീണ്ടും 2 എണ്ണം കൂടെ ചെയ്ത് കൊടുക്കേണ്ടത്. 2ാമത്തെ ചെയ്തു, 3ാമത്തെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്തു കണ്ടോ. എന്നിട്ട് ഇനി വീണ്ടും ഞാൻ 2 ചെയിൻസ് ആഡ് ചെയ്യണേ. 1 2 ആഡ് ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ച്, ഇവിടെ സ്കിപ്പിംഗ് ഒന്നുമില്ല, തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതാ സ്പേസ്, അങ്ങോട്ടേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം റിപ്പീറ്റ് ചെയ്യാം. 3DC വർക്ക് ചെയ്യാം. 1 ചെയ്തു, 2 ആൻഡ് 3, അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമ്മൾ സെയിം സ്പേസിലേക്ക് വർക്ക് ചെയ്തു. ഇങ്ങനെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കില്ലേ, അതിനൊരു ക്ലസ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലസ്റ്റർ അല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു 2 ചെയിൻസ് ഇട്ട് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു കോർണറാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഈ കോർണറിൽ ഈ ഒരു ഷാർപ്പ് കോർണർ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ 2 ചെയിൻസ് ഈ 2 ക്ലസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കോർണർ നമുക്കിവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ആ 1 ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. തൊട്ടടുത്ത 1 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തേതിൻ്റെ ബാക്ക് ലൂപ്പിലേക്കാണ് നമ്മളിനി നെക്സ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതെന്താ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്? ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അതായത് നമ്മൾ തൊട്ട് മുന്നേയൊക്കെ പരിചയപ്പെട്ടു എന്താണെന്നുള്ളത് അല്ലേ. 1 2 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആ സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നുമില്ല. സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ലൂപ്പിലേക്ക് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തൊട്ടടുത്ത് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തേതിൻ്റെ ബാക്ക് ലൂപ്പിലേക്കാണ് ഇനി അടുത്തത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് എന്താ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ 2SC വർക്ക് ചെയ്യാം. സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ് കേട്ടോ. 1 2 2 SC വർക്ക് ചെയ്തു. ദെൻ ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ ഒരു HDC വർക്ക് ചെയ്ത് കൊടുക്കുക, ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. കണ്ടോ, ഇത്രയും നമ്മൾ അവിടെ ചെയ്ത് കൊടുത്തു. ഇനി എന്നിട്ട് 2 ചെയിൻസ് ആഡ് ചെയ്യാം കേട്ടോ. 1 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൊട്ടടുത്ത സ്റ്റിച്ച്, ഇവിടെ സ്കിപ്പിംഗ് ഇല്ല, തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്കായിട്ട് നമ്മൾ 3 HDC, അതായത് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, സെയിം സ്റ്റിച്ചിലേക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 ചെയ്തു, സെക്കൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നെക്സ്റ്റ് കോർണറാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ താഴെ DCയും ഇവിടെ HDCയും സിംഗിൾ ക്രോഷ്യം യൂസ് ചെയ്തത്? അത് ഈ സ്ട്രോബെറിയുടെ ഷേപ്പ് കാരണമാണ്. നമ്മൾ ഇവിടെയും ഈ സെയിം DC എഡ്ജ് ചെയ്യാൻ നിന്നാൽ ഈ എഡ്ജ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടില്ല അല്ലേ. ഇത്രയും വിഡ്ത്ത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അത് ചെരിഞ്ഞു പോകും. അപ്പോൾ ഇവിടുത്തെ ഈ സെയിം ഈ ഒരു എഡ്ജ് അല്ലേ സ്ട്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷോർട്ട് സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്തത്. നമുക്കറിയാം ഏറ്റവും ചെറിയ സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ, അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ആണ് HDC അങ്ങനെ ട്രിപ്പിൾ ക്രോഷ്യ അങ്ങനെ പോകുന്നതോറും സ്റ്റിച്ചസിൻ്റെ ഹൈറ്റ് കൂടും. അപ്പോൾ നമ്മളിവിടെ ലെങ്ത് ഉള്ള DC യൂസ് ചെയ്തു. ഇങ്ങോട്ട് പോകുന്നതോറും ഈ ഒരു സ്ട്രോബെറിയുടെ ഈ ഒരു സൈഡ് വലുതായി വരില്ല, അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് കുറയും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹൈറ്റ് കുറവായിട്ടുള്ള സ്റ്റിച്ചസ് യൂസ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കോർണർ നമ്മൾ ഇനി ഇത് നേരെ മിറർ ചെയ്യുക ഇങ്ങോട്ട്. ഇവിടെ ഈ കോർണർ ഇവിടെ സ്പേസ് കൂടുതലുണ്ട്, അപ്പോൾ നമ്മൾ സെയിം ഇവിടെ DC ക്ലസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, വിഡ്ത്ത് കുറവായതുകൊണ്ട് നമ്മൾ ഈ ഷോർട്ട് സ്റ്റിച്ചസ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. 1 2 സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു HDC ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്, ഹാഫ് ഡബിൾ ക്രോഷ്യ അത് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ 3rd റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തല്ലോ, അത് ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ ഇതോ കാണുന്നത് കണ്ടോ, ഇത് അതായത് 3rd റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇതാ ഈ കാണുന്നത്. അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ആണ് ഈ 2 ലൂപ്സ് കാണുന്നത്. അതിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ആണ് നമ്മൾ നെക്സ്റ്റ് HDC വർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ അത് വർക്ക് ചെയ്ത് കൊടുത്തു.
ഇനി വീണ്ടും ചെയിൻ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. 1 2, അത് കഴിഞ്ഞ് മൂന്നാമത്തേതിൻ്റെ ഈ ബാക്ക് ലൂപ്പിലേക്ക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്പേസിലേക്ക് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് HDC ആണ്. 3 HDC, അതായത് 3 HDC ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് കോർണർ ചെയ്തില്ലേ, അതിൻ്റെ സെയിം മിററാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെയിൻ ആഡ് ചെയ്യുക. ദെൻ ഒരു ചെയിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 2 ചെയിൻസ് നമ്മൾ ഈ കോർണർ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് വീണ്ടും ഒരു HDC ചെയ്യുക ആദ്യം. ദെൻ ആ സെയിം സ്പേസിലേക്ക് 2 SC കൂടെ ചെയ്ത് കൊടുക്കുക, അതായത് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ്. ദെൻ ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. 1 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിൻ്റെ ബാക്ക് ലൂപ്പിലേക്കായിട്ട് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അതായത് സെയിം സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഒരു ചെയിൻ 1 ഇടുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിൻ്റെ ബാക്ക് ലൂപ്പിലേക്കാണ് ഇനി അടുത്തത് വർക്ക് ചെയ്യേണ്ടത്. എന്താണ്? 3 DC, അതായത് ഇവിടെ നമ്മൾ ചെയ്ത സെയിം സംഭവം. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്യുക. 1 2 3, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1 2 പറഞ്ഞല്ലോ, കോർണറിൽ നമ്മളെപ്പോഴും 2 ചെയിൻസ് ആഡ് ചെയ്യും, ആ കോർണർ ഇങ്ങനെ ഷാർപ്പായിട്ട് കിട്ടാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്കായിട്ട് വീണ്ടും 3 DC തന്നെ ചെയ്ത് കൊടുക്കുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് തന്നെ സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്യുക. 1 2 and 3. കണ്ടോ? അങ്ങനെ നമുക്ക് ലാസ്റ്റ് കോർണറും ഇവിടെ കിട്ടി. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടോ ഈ നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ, അങ്ങോട്ടേക്ക് അഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അവിടെ ഉണ്ടാവില്ല നമ്മൾ ചെയ്തേ, അതിൻ്റെ ഈ 2 ലൂപ്സിലേക്കും കൂടെ അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യണം, കാരണം നെക്സ്റ്റ് റൗണ്ട്സ് ഒക്കെ നമ്മൾ വൈറ്റ് കളർ യാണിലല്ലേ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സോ ഇതും ഇങ്ങനെ നമുക്ക് നീട്ടിയിട്ട് കൊടുക്കും. അതുപോലെ കുറച്ച് ലെങ്ത് നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ലെഫ്റ്റ് ഹാൻഡിൽ ഇതിങ്ങോട്ട് റിമൂവ് ചെയ്യുക. ദെൻ ഇത് നമുക്ക് തൊട്ടടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇതല്ലേ, അതിലെ ഇങ്ങനെ ഹുക്ക് ബാക്കിലൂടെ ഇങ്ങോട്ട് കടത്തി കൊടുത്തിട്ട് നമുക്ക് ഈ എൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, ബാക്കിലേക്ക് എടുക്കാം. അതോടെ ബാക്കിൽ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ മുന്നേ ചെയ്ത പോലെ റെഡ് ഹൈഡ് ചെയ്ത പോലെ ഒന്നുമില്ല, നീഡിൽ ഇത് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ഈ ഗ്രീൻ്റെ അകത്ത് കൂടെ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ 2 എൻഡും ഹൈഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വലിയ നീഡിലായതുകൊണ്ട് ഞാൻ 2ഉം ഒരുമിച്ച് അതിൽ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൾറെഡി ഇവിടെയുള്ള ഈ സ്റ്റിച്ചസിൻ്റെ അകത്ത് കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അല്ലേ? അപ്പോൾ അതങ്ങനെ കുറച്ച് ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം എൻഡ്സ്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ആ ഗ്രീൻ പാർട്ട് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് 2 റൗണ്ട്സ് കൂടെ ഈ വൈറ്റ് കളർ യാണിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഗ്രീൻ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ വൈറ്റും അറ്റാച്ച് ചെയ്യാം. സെയിം വേ ആണ്, പക്ഷേ അത് എങ്ങോട്ടേക്കാണെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ തിരിച്ച് പിടിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ ചെയ്ത സംഭവം തിരിച്ച് പിടിക്കുക. എൻ്റെ ഇവിടെയല്ലേ ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലേക്ക് ഹുക്ക് വെച്ചിട്ട് വൈറ്റ് കളർ യാണ് എടുക്കുക. ഈ പറഞ്ഞ പോലെ അത് ഹൈഡ് ചെയ്യാനുള്ളൊരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്കിതിങ്ങനെ കൊണ്ടുവരാം. ഈ സ്പേസിലൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് 3 ചെയിൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 1 2 3. ഈ 3 ചെയിൻസിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായിട്ട് കണക്കാക്കും. അപ്പോൾ നമുക്കിത് നോക്കി അറിയാനായിട്ട് പറ്റും. നമ്മളിവിടെ എല്ലാം 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണല്ലേ നമ്മളെല്ലാം ചെയ്തിരിക്കണേ. വൈറ്റ് കണ്ടോ 1 2 3 1 2 3. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ക്ലസ്റ്റർ എന്നാ പറയാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്പേസിൽ നമുക്ക് അങ്ങനെ ഒരു 3 സ്റ്റിച്ചാണ് വേണ്ടത്. 3 സ്റ്റിച്ച് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്മൾ ആദ്യം ഇട്ട ഈ 3 ചെയിൻസിനെ ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു DC ആയിട്ട് എടുക്കുന്നുണ്ട്. സോ 2 മോർ DC കൂടെ ചെയ്ത് കൊടുത്താൽ മതി ഈ ഫസ്റ്റ് സ്പേസിൽ. 1 2
അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ടോട്ടൽ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ DC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയിൻ 1 ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇവിടെ കോർണർ സ്പേസ് ആണ്. കോർണർ സ്പേസ് വരുമ്പോൾ നോക്കൂ, ഇവിടെ 2 ക്ലസ്റ്റേഴ്സ് നമ്മൾ ആ കോർണറിൽ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ 2 ചെയിൻസും ഇട്ട് കൊടുക്കും. ആ 2 ചെയിൻ ഗ്യാപ്പിലായിരിക്കും നമ്മൾ കണ്ടോ പിന്നെ നെക്സ്റ്റ് കോർണർ അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ കോർണർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതായത് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 എന്നിട്ട് ആ ക്ലസ്റ്റർ കഴിഞ്ഞ ഉടനെ 2 ചെയിൻസ് ഇടുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലസ്റ്റർ ആ സെയിം കോർണർ സ്പേസിലേക്ക് ചെയ്ത് കൊടുക്കുക. അതായത് അഗെയിൻ 3 ഡബിൾ ക്രോഷ്യേസ്. 1 2 3. അപ്പോൾ നമ്മുടെ വൈറ്റ് വെച്ചിട്ടുള്ള ഫസ്റ്റ് കോർണർ നമുക്കിവിടെ കിട്ടി. ഇനി നോക്കൂ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ 2 സെൻറ്റർ സ്പേസസ് ആണുള്ളത്. അവിടെ നോക്കി അറിയാം ഓരോ ക്ലസ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. കോർണർ വരുമ്പോൾ അഗെയിൻ 2 ചെയ്ത് കൊടുക്കണം. പിന്നെ അഗെയിൻ മിഡിൽ സ്പേസ് 2 വരുന്നുണ്ട്. വീണ്ടും ഓരോ ക്ലസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ ഓരോ ക്ലസ്റ്റർ കഴിഞ്ഞാലും നെക്സ്റ്റ് സ്പേസിലേക്ക് പോകുമ്പോഴേക്കും ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം. കോർണറിൽ മാത്രം 2 ചെയിൻ വരും. ബാക്കിയെല്ലാം നമ്മൾ ഇടയ്ക്ക് ഓരോ ചെയിനാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഫസ്റ്റ് ക്ലസ്റ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചെയിൻ ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ചെയ്തത്. ഇവിടെ കോർണർ ആയതുകൊണ്ട് അതിൻ്റെ മിഡിൽ 2 ചെയിൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ചെയിൻ ആഡ് ചെയ്തിട്ട് ഈ സെൻറ്റർ സ്പേസിലേക്ക് ഞാൻ ഫസ്റ്റ് ക്ലസ്റ്റർ ചെയ്യുന്നു. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ സെൻറ്റർ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലസ്റ്റർ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. 1 2 3. അതിനുശേഷം ഒരു ചെയിൻ ഇട്ടിട്ട് അഗെയിൻ കോർണർ സ്പേസ് ആണ്. കോർണർ സ്പേസ് വരുമ്പോൾ അവിടെ നമുക്കറിയാം 2 ക്ലസ്റ്റർ വേണം. അപ്പോൾ ഫസ്റ്റ് ക്ലസ്റ്റർ ചെയ്ത് കൊടുക്കുക. അതായത് 3 DCs. 1 2 3. 2 ചെയിൻസ് ആഡ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലസ്റ്റർ ചെയ്യുക. 1 2 and 3. ഇനി ഇപ്പോൾ ഈ കോർണർ മുതൽ ഈ കോർണർ വർക്ക് ചെയ്യണ കാണിച്ചില്ലേ, സെയിം വേ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അതായത് ഈ കോർണർ എത്തുന്ന വരെ ഇവിടെ 2 സെൻറ്റർ സ്പേസസ് ഉണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ ചെയ്ത സെയിം ഓരോ ക്ലസ്റ്റർ റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കൊക്കെ 1 ചെയിൻ ഇടുക. പിന്നെ നെക്സ്റ്റ് കോർണർ വരുമ്പോൾ ഇതുപോലെ ചെയ്യുക. 2 ക്ലസ്റ്റർ ഇടണം. ആ 2 ക്ലസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് 2 ചെയിൻസ് ആഡ് ചെയ്യണം. പിന്നെ ഇവിടെ സെൻറ്റർ സ്പേസ് വരും. 2 സ്പേസ് ഉണ്ടാവും നമുക്ക്. ഇവിടെയും ചെയ്ത് കൊടുക്കണം. അവിടെ അഗെയിൻ സെൻറ്റർ സ്പേസ് ഇവിടെ വർക്ക് ചെയ്തില്ലേ, അങ്ങനെ ചെയ്യുക. ഇവിടെ ഒരു കോർണർ സ്പേസ് വരും. ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ എത്തും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ നമ്മൾ ചെയ്തു സെൻറ്റർ സ്പേസ് ഒരെണ്ണം, ഇവിടുത്തെ ഒരെണ്ണം, ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെയും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഒരു ക്ലസ്റ്റർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തുടർന്ന് ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് വരെ വർക്ക് ചെയ്തിട്ട് ഇനി ബാക്കി കാണാം. കണ്ടോ, അപ്പോൾ ആ സെൻറ്റർ സ്പേസ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 DC ചെയ്തു, അതായത് ഒരു ക്ലസ്റ്റർ ചെയ്തു. ദെൻ ഇവിടെ 1 ചെയിൻ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. എങ്ങോട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെക്കൻഡ് DCയിൽ നമ്മളിവിടെ 3 ചെയിൻസ് ഇട്ട് ദെൻ ഈ സെക്കൻഡ് DC ചെയ്തു. അതിൻ്റെ ഈ ടോപ്പ് കണ്ടില്ലേ, ടോപ്പിൽ ആ 2 ലൂപ്സ് ഇല്ലേ, അതിലെ ഇങ്ങനെ ഹുക്ക് കടത്തിയിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഹുക്കിൽ കിടക്കുന്നതിൻ്റെ അകത്തൂടെ എടുക്കുക, അതായത് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യണം അല്ലേ. അടുത്ത റൗണ്ട് സെയിം കളർ തന്നെയാണ്, പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു സ്പേസിൽ നിന്നാണ്. അപ്പോൾ ആ സ്പേസിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ വെറുതെ ഒരു യാൺ ഓവർലാപ്പ് ചെയ്ത് പോയാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്താനായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് തൊട്ടടുത്ത സ്റ്റിച്ച് ഇവിടെ കാണാം അല്ലേ, ആ സ്റ്റിച്ചിൻ്റെ അകത്തുകൂടെ എഗെയിൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് ഈ ഒരു ഗ്യാപ്പ് എത്തി. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണു.
കണ്ടോ? അപ്പം നമ്മുടെ ഹുക്കും യാണും ഇവിടെ എത്തി. ഇനി നമുക്ക് സുഖമായിട്ട് ഇവിടെ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ 3 ചെയിൻസ് ആഡ് ചെയ്യാം. 1 2 3 ചെയിൻസ് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്യുക. ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പോലെ ഫസ്റ്റ് 3 ചെയിൻസ് നമ്മൾ ഒരു DC ഡബിൾ ക്രോഷ്യ കൗണ്ട് ചെയ്യും. ദെൻ നമുക്ക് 2 സ്റ്റിച്ചസും കൂടിയാണ് വേണ്ടത്. 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് ഇവിടെ ഫസ്റ്റ് ക്ലസ്റ്റർ കിട്ടും നമുക്ക്. അപ്പോൾ അതങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് വൈറ്റ് വെച്ചിട്ടുള്ള സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് ക്ലസ്റ്റർ ഇവിടെ ചെയ്തു. ദെൻ ഞാൻ പറഞ്ഞൂലേ നമുക്ക് ഒരു ചെയിൻ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഈ സെയിം കോർണർ സ്പേസ്. ഇനി എല്ലാം റിപ്പീറ്റേഷൻ ആണേ. ഇനി നമ്മൾ ഈ കോർണർ സ്പേസ് വർക്ക് ചെയ്യുക. എന്താ മുന്നേ ചെയ്ത അതേപോലെ 3 DC ചെയ്യുക. 1 2 3 എന്നിട്ട് 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. അഗെയിൻ 1 2 3 നെക്സ്റ്റ് ക്ലസ്റ്റർ 1 2 3. ഇനി വീണ്ടും ഒരു ചെയിൻ ആഡ് ചെയ്യുക. പിന്നെ സെൻറ്റർ സ്പേസസ് 1 2 3 ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കെല്ലാം നമുക്ക് ഓരോ ക്ലസ്റ്റർ ചെയ്യുക. അഗെയിൻ കോർണർ സ്പേസ് എത്തി. അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ 1 2 3 സെൻറ്റർ സ്പേസ്, കോർണർ സ്പേസ് 1 2 3 കോർണർ സ്പേസ് 1 2 അത്ര വരെ ചെയ്യുക. എഗെയിൻ നമുക്ക് ഈ റൗണ്ട് ജോയിൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഞാനിവിടെ ഈ 2 റൗണ്ട്സ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ സൈസ് വേണം എന്നുണ്ടെങ്കിൽ എത്ര സൈസ് വേണോ അത്രയും സൈസിന് ജസ്റ്റ് ഇനി ഇതേപോലെ റിപ്പീറ്റേഷൻ ആണ്. എത്ര റൗണ്ട് വേണോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ട സൈസിന് ഇത് ചെയ്തെടുക്കാം. അപ്പം ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് ഇതുവരെ ചെയ്തിട്ട് എങ്ങനെ ജോയിൻ ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഇതാ ലാസ്റ്റ് സ്പേസ് വരെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചെയിൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സെക്കൻഡ് DCയുടെ ടോപ്പിലേക്ക് ഇതിനെങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്കിത് ഇങ്ങനെ നീട്ടിയിടുക. നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ലെങ്ത്ത് വിടണം. എന്നിട്ട് ആ യാൺ അവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇനി അതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതാ ഈ ഒരു സ്പേസിലൂടെ ഹുക്കിനെ ഇങ്ങനെ കടത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് പുറകിലേക്ക് വലിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ ഈ 2 എൻഡ്സിനെ നീഡിൽ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സീഡ്സ് തുന്നാം. അപ്പോൾ സീഡ്സ് ചെയ്യാനായിട്ട് ഇതുപോലെ വൈറ്റ് കളറിയാണ് അറ്റാച്ച് ചെയ്യുക നീഡിൽ. എന്നിട്ട് നമുക്ക് ഇതിലിങ്ങനെ എന്താ പറയുക, ഇന്ന സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല, റാൻഡമായിട്ട് വളരെ ഷോർട്ട് ലെങ്ത് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് കൂടിപ്പോയി അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ചെറിയ ചെറിയ ലെങ്ത്തിൽ സീഡ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഒരു എൻഡ് ഇവിടെ ലീവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇപ്പുറത്ത് വന്നിട്ട് അടുത്ത ഗ്യാപ്പിലൂടെ താഴ്ത്തിക്ക് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ കിട്ടി. നമുക്ക് ജസ്റ്റ് റാൻഡമായിട്ട് അങ്ങനെ ഈ കാണുന്ന ഗ്യാപ്പുകളിൽ ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെ കിട്ടി. ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഷോർട്ട് ലെങ്ത് ആയിട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ റാൻഡമായിട്ട് അങ്ങനെ കുറച്ച് സീഡ്സ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഫൈനലി ലീഫും കൂടെ ചെയ്താൽ വർക്ക് കംപ്ലീറ്റ് ആവും. ഇത് പിന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇത് തമ്മിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു ഷോർട്ട് ലെങ്ത് ഇട്ടിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ലീവ്സ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹുക്ക് സൈസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇത് കുറച്ച് ടൈറ്റ് സ്റ്റിച്ചസ് അല്ലേ. അപ്പോൾ ഈ 3.5 mm
ഹുക്ക് ഇട്ടിട്ട് നമ്മളിതിൽ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും കുറച്ച് പാടായിരിക്കും. അതുപോലെ ഗ്യാപ്പ് വീഴും, അങ്ങനെ കുറച്ചുകൂടെ വലിയ സ്റ്റിച്ചസ് വരും ലീവ്സിന്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ തൊട്ട് ചെറിയ ഹുക്ക് സൈസ് എടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ എടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഹുക്ക് സൈസ് മാറ്റിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ലീഫ് ചെയ്യാനായിട്ട് നമുക്കിത് കണ്ടോ, ഇങ്ങനെ ടോപ്പ് എടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് ലൈനിൽ ടോപ്പിൽ ഇവിടെയുള്ള ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രീൻ യാൺ എടുക്കുക. ഇതിൽ നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ളൊരു സേഫ് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ സാധാ അറ്റാച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അവിടെ ഒരു 4 ചെയിൻസ് ഇടുക. 1 2 3 4 ലീഫിൻ്റെ പാറ്റേൺ. എന്നിട്ട് ഇതിൽ ഓൾറെഡി ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൽ നിന്നും തൊട്ടടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തയിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഇങ്ങനെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് ഇങ്ങനെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഇതാ ഇത്രയും സ്റ്റിച്ചസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലീഫ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണല്ലോ വരേണ്ടത്, അതായത് ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും വരണം ലീവ്സ്. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് ഇവിടുത്തെ സ്റ്റിച്ചിലേക്ക് കണ്ടോ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തു, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലീഫ് അവിടെ അറ്റാച്ച്ഡ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് ലീഫ് സെയിം വേ ചെയ്യുക. 4 ചെയിൻസ് ഇട്ടിട്ട് സെയിം സ്റ്റിച്ചസ് റിപ്പീറ്റ് ചെയ്യാം. അത് നമുക്കിതാ ഈ സ്റ്റിച്ചിലേക്ക് ഇതാ ഇവിടേക്ക് കേട്ടോ മാക്സിമം അടുപ്പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ലീഫിൻ്റെ സെൻറ്റർ ഗ്യാപ്പിലൂടെ ഈ റെഡ് യാൺ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്കൻഡ് ലീഫും ഇവിടെ അറ്റാച്ച്ഡ് ആയി. ഇനി നമുക്ക് തേർഡ് ചെയ്യാം. അഗെയിൻ സെയിം റിപ്പീറ്റ് ചെയ്യുക. 4 ചെയിൻസ് ഇടുക, എന്നിട്ട് പാറ്റേൺ റിപ്പീറ്റ്. എന്നിട്ടിനി തൊട്ട് ഇവിടേക്ക് കണ്ടോ ഇങ്ങോട്ടേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമുക്ക് 4th ലീഫ് ചെയ്യാം. 1 2 3 4 പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ടത് എങ്ങോട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കിക്കോളൂ. ദാ ഇങ്ങോട്ട് കണ്ടോ ഈ ഒരു സ്പേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫൈനൽ നമ്മുടെ 5th ലീഫ് ചെയ്യാം. 1 2 3 4 അഗെയിൻ ഒരു ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്, തൊട്ടടുത്തതിൽ സിംഗിൾ ക്രോഷ്യ, തൊട്ടടുത്തതിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. എന്നിട്ട് ഇതാ ഈ സ്പേസിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കിതിങ്ങനെ നീട്ടി ഇട്ട് കൊടുക്കാം. യാൺ കട്ട് ചെയ്യാം. ഇതിങ്ങനെ ഊരിയെടുക്കുക. ഇനി ഈ 2 എൻഡ്സ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് ബാക്കിലേക്ക് എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ലീഫിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അതിലെ ഇങ്ങനെ ഹുക്കിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചെടുക്കാം. കണ്ടോ അപ്പോൾ ലീഫ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിൽ ഇത് രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം ഈ 2 എൻഡ്സും കൂടെ നമുക്ക് ആസ് യൂഷ്വൽ ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഗ്രാനി സ്ക്വയേഴ്സിൻ്റെ ട്യൂട്ടോറിയൽസ് വേണം എന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.